അപ്പൊ ബുഖാരിമാർ റിപ്പോർട്ട് ചെയ്ത ഹദീസിന്റെ ലാഹിർ ആയിഷ് ഈ ക്ലാസ് എടുക്കാനായിക്കല്ലോ പതി അന്നഹു ലം യഅരിഫു ഇല്ലാ ബി ആഖിറത്തിൽ അംരി. അപ്പൊ പറഞ്ഞ അർത്ഥം എന്താണ്? ആഖിറത്തില് അല്ലാതെ, അപ്പൊ ആ കാര്യത്തിന്റെ ലാസ്റ്റിൽ അല്ലാതെ എന്തായിട്ടില്ല ഉമർ റളിയല്ലാഹു തആല അൻഹു മഹാനെ അറിഞ്ഞിട്ടില്ല എന്നായിരിക്കും. അത് ലാസ്റ്റിലാണ് അത് അറിയുന്നത്. അപ്പൊ ആ കാര്യത്തിൽ ലാസ്റ്റിലാണ് എന്തായത്, അതാരാണെന്ന് അറിഞ്ഞത്, അതുവരെ അറിഞ്ഞിട്ടില്ല എന്നാണ്. പിന്നെ വറദ മാ ജാഅനി ബി സൂറത്തിൽ ലം അരിഫുക ഇല്ലാ ബി ഹാദിഹിൽ മർറത്തി. ഹദീസിൽ കാണാം എനിക്ക് വന്നിട്ടില്ല ഒരു രൂപത്തിൽ. എങ്ങനത്തെ രൂപം? ഞാൻ ആ രൂപം അറിയില്ല. ഞാൻ അറിയാത്തൊരു രൂപമുണ്ട്, ആ രൂപത്തിൽ എനിക്ക് ജിബ്രീൽ വന്നിട്ടില്ല. ഇത് ഈ ഒരു പ്രാവശ്യമല്ലാതെ എന്നും ഹദീസിൽ വന്നിട്ടുണ്ട്. അങ്ങനെയാവാം. വഫി ഹദീസിൻ സ്വഹീഹ് ഇബ്നു ഹിബ്ബാൻ സ്വഹീഹായ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, വല്ലദീ നഫ്സി ബിയദി, നബി പറയാണ് അല്ലാഹുവിനെ തന്നെയാണ് സത്യം, മാ സുബ്ബിഹ അലയ്യ മുൻദ് അതാനി, എന്റെ അടുക്കൽ ജിബ്രീൽ വരാൻ തുടങ്ങിയത് മുതൽ എനിക്ക് യാതൊരു സംശയവും ഉണ്ടായിട്ടില്ല. ഖബല മർറത്തി ഹാദിഹി, ഇതാ ഈ പ്രാവശ്യത്തിന്റെ മുമ്പ്. വമ അറബ്തുഹു, ഞാൻ അദ്ദേഹത്തെ അറിഞ്ഞിട്ടുമില്ല. ഹത്താവല്ല, അദ്ദേഹം പിരിഞ്ഞു പോകുന്നവരെ അറിഞ്ഞിട്ടുമില്ല. അപ്പൊ മുമ്പൊക്കെ വന്ന അറിയും, ഈ വന്ന ഘട്ടത്തിൽ അറിഞ്ഞിട്ടില്ല എന്നുമാണ് എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയൊക്കെയാണ് ബുഖാരി ഇമാമിന്റെ റിപ്പോർട്ടിൽ നിന്നും ഈ ഹദീസിനൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ അറിഞ്ഞിട്ടില്ല, പിന്നെ അറിഞ്ഞത്. അങ്ങനെ ലാഹിർ പറയുന്നുണ്ട്. പിന്നെ അതാക്കും യുഅല്ലിമുക്കും, പിന്നെ നബി തങ്ങൾ പറയാണ് അദ്ദേഹം നിങ്ങളുടെ അടുത്തേക്ക് വന്നതേ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടി വന്നതാ. ബിസബബി സുആലിഹി, അദ്ദേഹത്തിന്റെ ചോദ്യം കാരണം കൊണ്ട് നിങ്ങൾക്ക് അദ്ദേഹം പഠിപ്പിക്കാൻ വേണ്ടി വന്ന ആളാണ്. നിസ്ബത്തു തഅലീമി ഇലൈഹി മജാസുൻ, അപ്പൊ പിന്നെ ജിബ്രീലിലേക്ക് തഅലീമിനെ ചേർത്തി പറഞ്ഞത് മജാദാണ്, ഹഖീഖിയല്ല. വഇല്ല മജാദല്ല എന്ന് പറഞ്ഞാൽ ഫൽ മുഅല്ലിമു ലഹും ഹഖീഖത്തൻ, യഥാർത്ഥത്തിൽ അവർക്കുള്ള മുഅല്ലിം ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാണല്ലോ. അപ്പൊ നബിയിലേക്ക് ചേർത്താതെ ജിബ്രീലിലേക്ക് ചേർത്തിയത് മജാദാണ്. അതുകൊണ്ടാ ദീനക്കും, നിങ്ങളെ മതം നിങ്ങൾ പഠിപ്പിച്ചു തരാൻ വേണ്ടി വന്നതാണ്. ഐ ഖവായിദു അഹ്കാമുഹു എന്ന ദീൻ പറഞ്ഞാൽ ദീനിന്റെ നിയമങ്ങളും ദീനിന്റെ വിധികളും അത് പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. വഫീ റിവായത്ത് ഇബ്നു ഹിബ്ബാൻ, ഇതേ ഹദീസ് തന്നെ ഇബ്നു ഹിബ്ബാൻ തങ്ങൾ റിപ്പോർട്ട് ചെയ്ത് കാണാം, യുഅല്ലിമുക്കും അംറ ദീനിക്കും എന്ന് കാണാം. അപ്പൊ ഖുദു അൻഹു, ഇങ്ങനെയുണ്ട്, നിങ്ങളെ ദീനിന്റെ കാര്യം പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണ് ജിബ്രീൽ. അപ്പൊ അദ്ദേഹത്തെ തൊട്ട് ദീന് നിങ്ങൾ പിടിച്ചോളൂ എന്ന് ഹദീസിൽ കാണാം. വഫീഹി, ഈ ഹദീസില് നമുക്ക് ഈ ഹദീസിൽ എന്തെല്ലാം ഉൾക്കൊണ്ട് നോക്കാം. അന്നദ്ദീന, നിശ്ചയമായിട്ടും ദീന്, മജ്മുൽ ഇസ്ലാമി വൽ ഈമാൻ വൽ ഇഹ്സാൻ എന്ന് മനസ്സിലായല്ലോ. ഇസ്ലാമും ഈമാനും ഇഹ്സാനും കൂടിയതാണ് ദീൻ എന്ന് മനസ്സിലായി. വലാ യുനാഫീഹി, എത്രത്തിൽ ഈ പറഞ്ഞതിനോട് എതിരാകൂല. അന്നൽ ഇസ്ലാമ, ഇസ്ലാം വഹദ, അതൊറ്റക്ക്, യുസമ്മാ ദീനൻ, അതിന് ദീൻ എന്ന് പറയപ്പെടുമല്ലോ. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അവിടെ ദീനെ കുറിച്ച് പറയും, ഇസ്ലാമിനെ കുറിച്ച് ദീനല്ലേ. അപ്പൊ ഇസ്ലാമിന് മാത്രം ദീനെന്ന് ഈ ആയത്തോണ്ട് കിട്ടിയില്ലേ. അത് ഈ പറഞ്ഞതിനോട് എതിരാകൂല. കാരണം അന്നഹു, നിശ്ചയമായിട്ടും കാര്യം, കമാ യുത്ലഖു, ചിലപ്പോൾ ഇസ്ലാം ദീനി എന്നതിനെ അലാ ദാലിക്കൽ മജ്മൂഇ യുത്ലഖു അലാ ഹാദൽ ഫർദി, ഖുർആനിൽ പറഞ്ഞതുപോലെ ദീനിന് ഇസ്ലാം എന്ന് ഇസ്ലാമിന് മാത്രം ദീൻ എന്ന് പറയുന്നത് പോലെ അത് ഫർദാണ്, മജ്മൂനും ദീൻ എന്ന് പറയാം എന്ന് വെക്കാം. ഇമാമിൽ ഇസ്തിറാഖി, ഒന്നിരിക്കൽ ഇസ്തിറാഖ് കൊണ്ടാണ് പറയുന്നത്. അല്ലെങ്കിൽ അവൽ ഹഖീഖത്ത് വൽ മജാസി, അല്ലെങ്കിൽ ഹഖീഖത്ത് മജാസ് ആ നിലക്കുമാണ് പറയാം. അവ തവാത്തുഇ വഗൈരി ദാലിക, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം യോജിക്കുക, അതല്ലാത്ത മറ്റു പല കാര്യങ്ങളെ കൊണ്ടൊക്കെ ദീന് മജ്മൂനും പറയാ ദീന്, മുഫ്രദിനും പറയാ ദീന് എന്നായി. വമറ അവ്വൽ കിതാബി ലിദ്ദീനി ഇത്ലാഖാത്തു നുഖറു, നമ്മൾ കിതാബിന്റെ തലക്കെ ദീനിന് ഒരുപാട് പദപ്രയോഗങ്ങൾ ഉപയോഗിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞു പോയി. ഫലാ യഗ്ബ് അൻക ഇസ്തിഹ്ദാറുഹ, അത് ഇവിടെ വരുമ്പോഴും ആ കാര്യങ്ങളൊക്കെ നിന്റെ മനസ്സിൽ ഹാജരാക്കലിനെ തൊട്ട് നീ മറച്ചു കളയണ്ട, അത് ഹാജരായിക്കോട്ടെ, മറഞ്ഞു പോകരുത് എന്നർത്ഥം. ഖീല, പറയപ്പെട്ടിട്ടുണ്ട്, വഹിക്കമത്ത് ഇർസാലിഹി, ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറഞ്ഞയക്കുന്നതിന്റെ ഹിക്കമത്ത് ലിയുഅല്ലിമഹും,
അവർക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്താ അന്നഹും അവർ കാനു അവരായിരുന്നു അക്സറു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മസായില സ്വഹാബാക്കളൊക്കെ നബിയുടെ മേലിൽ ചോദ്യങ്ങൾ ഇങ്ങനെ അധികരിപ്പിക്കുന്നവരായിരുന്നു. അങ്ങനെ അധികരിപ്പിക്കുകയാവുക എന്നൊരു കാര്യം അവിടെ വന്നു. അങ്ങനെ വന്നപ്പോ അവർക്ക് ജിബ്രീൽ അലൈഹിസ്സലാം മുഖാന്തരം ദീൻ പഠിപ്പിച്ചു കൊടുക്കണം, അതിനു വേണ്ടി അയച്ചതാ. അപ്പൊ ഫരഹാഹും കറാഹിയത്തൻ ലിമാ ഖദ് യഖഉ മിൻ സുആലി തഅന്നുത്തിൻ ഔ തജ്ഹീരിൻ. ചിലപ്പോ വിവരക്കേടിലേക്ക് കൂട്ടും, അല്ലെങ്കിൽ മത്സരം, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അവിടെ സംഭവിക്കും. അങ്ങനെ സംഭവിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി വെറുപ്പ് വരും. അങ്ങനെ വെറുപ്പ് വന്നപ്പോ ആ വെറുപ്പുണ്ടായത് കൊണ്ട് അവരെ തടഞ്ഞു. അങ്ങനെ അലപ്പോ ഹജറഹും, അങ്ങനെ വല്ലാതെ ഒരു കീർത്തിച്ചു. അങ്ങനെ നബി അവരെ തടഞ്ഞു. അപ്പൊ ഖാഫു, അപ്പൊ അവർ പേടിച്ചു. അപ്പൊ അഹിജമു, അവരാകെ അജമിലായി മാറി. അവർ പേടിച്ച് ഭയന്നു. പിന്നെ അവർ മുന്നോട്ട് വന്നു. വസ്തസ്ലമു ഇംതിസാലൻ, പിന്നെ അംഗീകരിച്ചു വന്നു. സ്വദഖൂബിദാലിക, അങ്ങനെ ആ വിഷയത്തിൽ അവർ സത്യവാന്മാരായപ്പോ പാർസലയിലോ അപ്പൊ അവരിലേക്ക് അല്ലാഹു തആല അയച്ചു ഒരുത്തരെ യഗ്വീഹിമുൽ മുഹിമ്മ, മുഖ്യമായത് എന്താണോ അവർക്ക് മതിയാക്കാൻ പറ്റുന്ന ഒരാളെ പറഞ്ഞയച്ചു. ഇതാണ് പഠിക്കുന്നത്. അപ്പൊ സ്വഹാബത്ത് നബിയോട് കൂടുതൽ അങ്ങനെ ചോദിച്ച അവസാനം നബിക്ക് വിഷമമുണ്ടായി തീരും. അങ്ങനെ വരുമ്പോ നബി അവരെ തടയും. അപ്പൊ അങ്ങനെ വന്നപ്പോ അവസാനം നബിക്ക് കീഴൊതുങ്ങൽ തുടങ്ങി. അങ്ങനെ അവർ കീഴൊതുങ്ങി അവരുടെ പ്രവൃത്തി സത്യവന്മാരായപ്പോൾ അത് മനസ്സിലാക്കി അല്ലാഹു തആല ജിബ്രീലിനെ പറഞ്ഞയച്ചു കൊടുത്തു. എന്നിട്ട് നബിയോടുള്ള ചോദ്യത്തിലൂടെയും മറുപടിയിലൂടെയും അവർക്ക് മുഖ്യമായതെന്തോ അതവർക്ക് മതിയാക്കാൻ വേണ്ടി പറഞ്ഞയച്ചതാണ്. അതിന് സമ്മ കാല ലഹും സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടല്ലേ നബി അവരോട് പറഞ്ഞത് ഹാദാ ജിബ്രീലു, ഇത് ജിബ്രീലാട്ടോന്ന്. അറാദ, നബി തങ്ങൾ ഉദ്ദേശിച്ചത് അത്തഅലമു, നിങ്ങളെന്താണ് അറിയണം. ഇദാലം തസ്അലു, നിങ്ങൾ ചോദിക്കുന്നില്ല എങ്കിലും നിങ്ങൾ ഈ വിഷയം അറിയണം. ഇത് ജിബ്രീലാണ് വന്നത്. അങ്ങനെയാണ് ഹിക്മത്ത്. റവാഹു മുസ്ലിം, ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത മുസ്ലിം റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്തു. മൂപ്പരുടെ മുഫ്രദുകളിൽ കൊണ്ടുവരുന്ന ഹദീസാണ് ഇത്. ഫലം യഖ്റുജുൽ ബുഖാരി അൻ ഉമറ ഫീഹി ഷൈഅൻ, ഈ വിഷയത്തിൽ ബുഖാരി ഇമാം ഉമർ റളിയല്ലാഹു അൻഹു തൊട്ട് ഒന്നും പുറപ്പെടുവിച്ചിട്ടില്ല, റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വഇന്നമാ ഖറജ ഹുവ വമുസ്ലിം അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു. എന്നാ ഇമാം ബുഖാരിയും ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഇതേ ഹദീസ് പോലത്തതൊക്കെ അബൂ ഹുറൈറ തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മുഫ്രദായിട്ട് മുസ്ലിം റളിയല്ലാഹു അൻഹു ഇത് റിപ്പോർട്ട് ചെയ്തു. ബുഖാരി ഇമാമാണെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹു തൊട്ട് ഇതുപോലെ ഒന്നും ചെയ്തില്ല. വളരെ ചെയ്തു. ഈ ഹദീസാണെങ്കിലോ ഹദീസ് മുത്തഫഖുൻ അലാ ഇളമി മൗഖിഇഹി വകസറത്തി അഹ്കാമിഹി. ഇതിൽ സംഭവിച്ച വലിയ വലിയ കാര്യത്തിന്റെ മേലിലും അതിൽ അധിക വിധിയുടെ മേലിലും, വിധി അധികമുണ്ട് എന്നതിലും ഇത് സംഭവിച്ചത് വലുതാണ് എന്നതിന്റെ പേരിലും ഇത്തിഫാഖായ ഹദീസാണ് ഇത്. എന്തുകൊണ്ട് ലിസ്തിമാലി അലാ ജമീഇ വളാഇൽ ഇബാദാത്തിൽ ളാഹിറത്തി വൽ ബാത്തിന, രഹസ്യപരസ്യമായിരിക്കുന്ന ആരാധനയുടെ വളീഫുകളും പതിവുകളും എല്ലാത്തിന്റെ മേലും ഈ ഹദീസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മിൻ ഉഖൂദിൽ ഈമാൻ, ഈമാനിക വിശ്വാസങ്ങള്, അഅ്മാൽ ജവാരി അവയവങ്ങൾ കർമ്മങ്ങള്, ഇഖ്ലാസി സറായിരി ഹൃദയത്തിലുണ്ടാവുന്ന ആത്മാർത്ഥത, തഹഫുദ് മിൻ ആഫാത്തിൽ അഅ്മാലി അമലുകളുടെ ആഫത്തുകളോട് സൂക്ഷിക്കല് എന്നെല്ലാം ഈ ഹദീസിലുണ്ട്. അതുകൊണ്ടാണ് മുത്തഫഖുൻ ഹദീസ് എന്ന് പറഞ്ഞത്. ഹത്താ ഇന്ന ഉലൂമ ശരീഅ, എത്രത്തോളം ശരീഅത്തിന്റെ വിജ്ഞാനങ്ങൾ, കുല്ലഹ അത് മുഴുവൻ റാജിഅത്തുൻ ഇലൈഹി, അതൊക്കെ ഈ ഹദീസിലേക്ക് മടങ്ങുന്നു, അതൊക്കെ ഇതിലുണ്ട്. മിൻഹു, ഹദീസിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഈ ഹദീസ് ജാമിഉൽ ത്വാഅത്തിൽ ജവാരി വൽ ഖൽബി ഉസൂല വ ഫുറൂഅൻ, അടിസ്ഥാനപരമായിട്ടും ശാഖാപരമായിട്ടും അവയവങ്ങൾ, ഹൃദയം എന്നിവ കൊണ്ട് ചെയ്യുന്ന ആരാധനകളെ ഒരുമിച്ച് കൂട്ടുന്നതാണ് ഈ ഹദീസ്. അപ്പൊ ഹഖീഖും യുസമ്മ ഉമ്മത്തുന്ന, ഹദീസിന്റെ ഉമ്മത്തുന്നത്തി എന്ന് ഈ ഹദീസിൽ പറയപ്പെടാൻ പറ്റും. അങ്ങനെ പേര് വെക്കൽ കൊണ്ട് ബന്ധപ്പെട്ടു. ഏതുപോലെ കമാ സുമ്മിയത്തിൽ ഫാത്തിയത്തു ഉമ്മുൽ ഖുർആൻ, ഫാത്തിയ സൂറത്ത് ഉമ്മുൽ ഖുർആൻ, ഖുർആന്റെ മാതാവ് എന്ന് പറയപ്പെട്ടതുപോലെ സുന്നത്തിന്റെ മാതാവ് എന്ന് നമ്മൾ ഈ റിപ്പോർട്ട് ചെയ്ത് ചർച്ച ചെയ്ത ഹദീസിനെ കുറിച്ച് പറയാം. തളമ്മുരിഹ ജുമല മആനീഹി,
എന്തുകൊണ്ടാണ് ഉമ്മുൽ ഖുർആൻ എന്ന് ഫാത്തിഹ സൂറത്തിന് പേര് വെച്ചത്? ഫാത്തിഹ സൂറത്ത് ഖുർആന്റെ മൊത്തം എല്ലാ അർത്ഥം അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതുപോലെ ശരീഅത്തിന്റെ എല്ലാ നിയമങ്ങളും രഹസ്യപരസ്യമായതും ആന്തരികമായതും ഖൽബ് കൊണ്ടും അവയവങ്ങൾ കൊണ്ടും അടിസ്ഥാനം ഒക്കെ ചെയ്ത എല്ലാ ഇബാദത്തിനെയും ഈ ഹദീസ് ഉൾപ്പെടുത്തിയത് കൊണ്ട് ഉമ്മുസുന്ന ഈ ഹദീസിന് പേര് വെക്കാം. അവൻ സമ്മ അക്കാരണം കൊണ്ട് കീല പറയപ്പെട്ടിട്ടുണ്ട് ലൗ ലം യകും ഫി ഹാദി അൽ അർബഈന, ഈ 40 ഹദീസുകളിൽ ഉണ്ടായിട്ടില്ലായിരുന്നുവെങ്കിൽ, ബൽ എന്ന് മാത്രമല്ല ഫി സുന്നത്തി മൊത്തം ഹദീസുകൾ ജമീഅ എല്ലാ ഹദീസും ഉൾപ്പെടുത്തിയ 40 എന്ന് വെക്കണ്ട, ആയിരക്കണക്കിന് ഹദീസുകളില്ലേ, ആ ഹദീസിന് മൊത്തത്തിൽ വൈറുഹു ഇതല്ലാതെ മറ്റൊരു ഹദീസും ഇല്ലായിരുന്നുവെങ്കിൽ ലകാന വാഫിയൻ ബി അഹ്കാമി ശരീഅത്തി, ശരീഅത്തിന്റെ വിധികളെ കൊണ്ട് എല്ലാ നിലയിലും പൂർത്തിയാക്കാൻ ഈ ഹദീസ് മതിയാകുമായിരുന്നേനെ, വേറൊരു ഹദീസ് വേണ്ട. ഇസ്തിമാലി അല ജുംലത്തിഹ, ആ ഹദീസിന്റെ എല്ലാ ശരീഅത്തിന്റെ എല്ലാ മൊത്തം ജുംലകളെ ഈ ഹദീസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മുതാബിഖൻ യോജിച്ചോന്ന നിലയിൽ പല തഫ്സീര തളമ്മുൻ, അതുപോലെ ശരീഅത്തിന്റെ വിശദീകരണത്തിന്റെ മേൽ ഉൾപ്പെടുത്തുന്ന രീതിയിലും വന്നിട്ടുണ്ട്. ഫഹുവ, അപ്പോൾ ഈ ഹദീസ് ജാമിഉൽ ലഹാ ഇൽമും മഅരിഫതൻ വഅദമും വലുതുഫൻ, ലുതുഫാനും മര്യാദയാലും മഴത്താലും അറിവിനാലും മഅരിഫത്തിനാലും എല്ലാത്തിനും ഈ ഹദീസ് ഉൾപ്പെടുത്തുന്നുണ്ട്. വമർജിഉഹു, ഇതിന്റെ മടക്കം മിനൽ ഖുർആനി വസുന്നത്തി, ഖുർആൻ സുന്നത്തിൽ നിന്നാണ്. കുല്ലു ആയത്തിൻ, എല്ലാ ആയത്തും ആ ഹദീസ് എല്ലാ ഹദീസും തതളമ്മന ദിക്റുൽ ഇസ്ലാം അവൽ ഈമാൻ അവൽ ഇഹ്സാൻ അവൽ ഇഖ്ലാസ് അവൽ മുറാഖബ അവ നഹ്വദാലിക, ഇസ്ലാമിനെ കുറിച്ച് പറയുന്നു, ഈമാനെ കുറിച്ച് പറയാ, ഇഹ്സാനെ കുറിച്ച് പറയുക, ആത്മാർത്ഥത, നിരീക്ഷണം, അതുപോലുള്ള എന്തെല്ലാം ഉണ്ടോ അതിനൊക്കെ ഏത് ആയത്തും ഏത് ഹദീസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ വന്ന എല്ലാ ഖുർആൻ ഹദീസിന്റെ ആയത്തിൽ നിന്നും ഈ പറഞ്ഞ ഹദീസിന് മടക്കമുണ്ട്. അപ്പൊ അത്രത്തോളം എല്ലാം ഉൾപ്പെടുത്തിയതായിരിക്കുന്ന ഒരു ഹദീസാണ് നമ്മൾ രണ്ടാമത് ചർച്ച ചെയ്ത ഹദീസ്. ഉമർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഈമാൻ, ഇസ്ലാം, അന്ത്യനാള്, അസ്റാത്തു സാഅത്ത്, ഇഹ്സാൻ, ഇതെല്ലാം അതിൽ ഉൾപ്പെട്ടില്ലേ? അതല്ലേ ഇപ്പൊ എല്ലാ ആയത്തിലും എല്ലാ ഹദീസിലും കിട്ടുക, അതല്ലേ. അതുകൊണ്ട് ഉമ്മു സുന്ന എന്ന് രണ്ടാമത്തെ ഹദീസിന് പേര് വെക്കാം. ഇനി ഇൻഷാ അല്ലാഹ് മൂന്നാമത്തെ ഹദീസ് എന്താണ് എന്ന്, 40 ഹദീസ് എന്ന് മൂന്നാമത്തെ ഹദീസ് എന്ത്, അതിനെക്കുറിച്ചുള്ള ചർച്ചയാണ് അടുത്ത് വരാനുള്ളത് ഇൻഷാ അല്ലാഹ്.